സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ വെക്കേഷൻ ഇംപ്രൂവ് ചെയ്യേണ്ട 5 ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വൺ, മാത്തമാറ്റിക്സ്. നിങ്ങൾ ഏത് ക്ലാസ്സിൽ പോവുകയാണെങ്കിലും ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ടഫാണെന്ന് നിങ്ങൾ പറയാനുള്ള ഒരു റീസൺ മാത്സ് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് മാത്സ്. സോ മാത്സിന് ഒരുപാട് ഫ്രീ ആൻഡ് പെയ്ഡ് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ആൻഡ് വൈയുടെ മാത്ത് റൂട്ട്സ് എന്നുള്ള കോഴ്സ് ചെക്കൗട്ട് ചെയ്യാം. സെക്കൻഡ് വൺ, ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ നാഷണൽ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗ്രാമർ ലാംഗ്വേജ്. സോ ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് മൂവീസും സീരീസും ഒക്കെ കാണുന്നവരാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ബുക്ക് റീഡിംഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്യുവോലിംഗോ പോലുള്ള ആപ്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. തേർഡ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സോ നമ്മൾ സ്കിൽഡ് ആണ്, നോളജ് ഉണ്ട്, പക്ഷെ നമുക്കൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ടോപ്പിക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫോർത്ത് വൺ, ഫോണോ ലാപ്ടോപ്പോ യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. സോ കോഡിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ വേൾഡിനെ റൂൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് വെക്കേഷൻ. സോ എക്സ് ആൻഡ് വൈയുടെ കോഡിംഗ് ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ ലേണിംഗ് യൂട്യൂബ് ചാനൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്കൗട്ട് ചെയ്യാം. സോ ഫിഫ്ത്ത് വൺ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻഡോർ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരിക്കും. പക്ഷെ നമുക്ക് വെക്കേഷന് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ആൻഡ് കരിയർ, എക്സാംസ്, കോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ എക്സ് ആൻഡ് വൈ കരിയർ കണക്റ്റിലേക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഇനി എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.